നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രതികരണങ്ങളുമായി മൂന്ന് മുന്നണികളും. ജൂൺ 19 നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിനോ രാഷ്ട്രീയത്തിനോ ഒരു മാറ്റവും വരുത്താത്ത തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. അക്കരപ്പച്ച കണ്ട് ചാടിയ ജനപ്രതിനിധിയുടെ വികല രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിൽ കാണുന്നത്, അല്ലാതെ വോട്ടർമാർ ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പല്ല. ഇത് അവർക്ക് മുകളിൽ കെട്ടിവെച്ചതാണ്. ഒരു വ്യക്തിയുടെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന്റെ ഫലമാണ്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാനും മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ വരികയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിജയിച്ചാലും കേരളത്തിന് ഒരു മാറ്റവും സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരു ഗുണവും ഉണ്ടാകാത്ത തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കേവലം മൂന്നാം കിട രാഷ്ട്രീയത്തിന്റെ ഫലമാണ്. പക്ഷേ കേരളത്തിലെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും നിലമ്പൂരിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതവും ഈ തെരഞ്ഞെടുപ്പിൽ NDA ചർച്ച ചെയ്യും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് BJPയുടെയും NDA ഘടകകക്ഷികളുടെയും യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും BJP അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കുതിപ്പ് സൃഷ്ടിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ വിജയം നേടാൻ കഴിയും. കേരളം കാത്തിരിക്കുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയതെന്നും PV അൻവർ സ്വീകരിച്ചത് ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം DMK എന്നും പിന്നീട് തൃണമൂൽ എന്നും പറഞ്ഞ് അൻവർ യാത്ര നടത്തിയത് UDFന് വേണ്ടിയാണ്. നെറികെട്ട പ്രവർത്തനമാണത്. അക്കാര്യം തങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു. ഒടുവിൽ അവിടെ തന്നെ എത്തി. യൂദാസിന്റെ രൂപമാണ് PV അൻവറിന്. UDFന് വേണ്ടി LDFനെ ഒറ്റുകൊടുക്കുകയാണ് അൻവർ ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ടൈമിലേക്കുള്ള യാത്രയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും. ഒരാഴ്ചയ്ക്കുള്ളിൽ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. 4 വർഷത്തെ ഭരണത്തിന്റെ പ്രതിഫലനമുണ്ടാകും. LDF ഏത് സ്ഥാനാർത്ഥിയെ ഇറക്കിയാലും പ്രമുഖരായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് നേരിടാൻ UDF സുസജ്ജമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സാധാരണയായി 24 മണിക്കൂറിനകമാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതിൽ കാലതാമസമുണ്ടാകില്ല. എല്ലാ നേതാക്കളുമായും ബന്ധപ്പെട്ട സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിക്കും. അഖിലേന്ത്യാ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെന്നും സതീശൻ വ്യക്തമാക്കി. നിലമ്പൂരിൽ UDF ഉജ്ജ്വല വിജയം നേടും. UDFിൽ നിന്നും നഷ്ടപ്പെട്ട നിലമ്പൂർ സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. PV അൻവർ UDFിന്റെ ഭാഗമായിരിക്കുമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് UDFിന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തീരുമാനിക്കും. എല്ലാവരുമായും സംസാരിച്ച് തീരുമാനം പ്രഖ്യാപിക്കാൻ UDF നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ MLA ആയിരുന്ന അൻവറിന്റെ സാന്നിധ്യം UDFിന് ഗുണം ചെയ്യും. അൻവർ UDFുമായി പൂർണ്ണമായി സഹകരിക്കും. UDFിനൊപ്പം അൻവർ ഉണ്ടാകും. UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ നൽകുമെന്ന് അൻവർ UDF ചെയർമാൻ എന്ന നിലയിൽ എന്നെ അറിയിച്ചിട്ടുണ്ടെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് CPM സ്ഥാനാർത്ഥി ആരാണെന്നും അയാൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണോ അതോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണോ മത്സരിക്കുന്നത്, BJP സ്ഥാനാർത്ഥി ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. മാധ്യമങ്ങൾ കോൺഗ്രസിന് പിന്നാലെ മാത്രമാണ് നടക്കുന്നത്. മറ്റു 2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാനും ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും സതീശൻ പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത്. സ്വതന്ത്രരെ പരീക്ഷിച്ചാലും CPM വിജയിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗ് ഇടപെട്ടിട്ടില്ല. UDFിൽ പ്രാദേശിക പ്രശ്നങ്ങളില്ല. ലീഗ് കോൺഗ്രസ് പ്രാദേശിക തർക്കം തീർന്നതാണെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി.